മക്കളാൽ വരുന്ന പ്രശംസകൾ. സദൃശവാക്യങ്ങൾ 29:15. വടിയും ശാസനയും ജ്ഞാനത്തെ നൽകുന്നു. തന്നിഷ്ടത്തിന് വിട്ടിരുന്ന ബാലനോ അമ്മയ്ക്ക് ലജ്ജ വരുത്തുന്നു. കഴിഞ്ഞ പല ദിവസങ്ങളായി ഫാമിലി ഡിസിപ്ലിൻ ആൻഡ് ഫാമിലി ബ്ലെസ്സിങ് ഇതിനെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയായിരുന്നു. അമ്മയ്ക്ക് ലജ്ജ വരുത്തരുതേ എന്നതാണ് ഇന്നലെ പങ്കുവച്ച ചിന്ത. എന്നാൽ മറുവശം, അമ്മയ്ക്ക് ലജ്ജ മാത്രമല്ല, അമ്മയ്ക്ക് അഭിമാനവും വരുത്താൻ മക്കൾക്ക് കഴിയും. ലോകത്തിൽ എത്രയോ മഹാന്മാർ അവരുടെ അഭിമാന നിമിഷങ്ങളിൽ അവരുടെ അമ്മയെ പ്രശംസിച്ചിരിക്കുന്നു. 162 രാഷ്ട്രങ്ങളോട് സാറ്റലൈറ്റ് വഴി പ്രസംഗിക്കുന്ന സമയത്ത് ഡോക്ടർ ബില്ലി ഗ്രഹാം പറഞ്ഞ സന്ദേശം സാറ്റലൈറ്റിന്റെ സഹായത്തോടുകൂടെ കോട്ടയത്ത് പ്രദർശിപ്പിച്ചപ്പോൾ അതിൽ പങ്കെടുക്കാനൊരവസരം ഈ എളിയവനും ലഭിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യമാണ്. അതിൽ നിന്നാണ് അദ്ദേഹം 45 മിനിറ്റ് സംസാരിച്ചത്. അന്ന് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു: ഈ വാക്യം എന്നെ പഠിപ്പിച്ചത് എൻ്റെ അമ്മയാണ്. ഞങ്ങളുടെ വീട്ടിൽ എല്ലാ മക്കളെയും അമ്മ തേച്ചു കുളിപ്പിക്കുന്ന ദിവസം ശനിയാഴ്ചയാണ്. അന്ന് സ്കൂളില്ല. ബാത്ടപ്പിലിട്ട് വേദനിപ്പിച്ച് കുളിപ്പിക്കും. അത് നന്നായിട്ട് ഉരച്ച് കഴുകുമ്പോൾ ഈ വാക്യം അമ്മ പറയും: തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു. ദൈവം ലോകത്തെ സ്നേഹിച്ചു, ഒത്തിരി സ്നേഹിച്ചു. പുത്രനെ തരുവാൻ തക്കവണ്ണം സ്നേഹിച്ചു. ഇത് പറഞ്ഞുകൊണ്ട് കുളിപ്പിക്കും, കരഞ്ഞുകൊണ്ട് അത് ഏറ്റുപറയും. അത് ആയുസ്സിൽ മറക്കത്തില്ല. പിന്നത്തേതിൽ ഞാൻ യൂണിവേഴ്സിറ്റികളിൽ ബൈബിൾ പഠിച്ചെങ്കിലും എൻ്റെ അമ്മയുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചത് എൻ്റെ മനസ്സിൽ നിന്ന് പോകത്തില്ലെന്ന് അന്ന് ബില്ലി ഗ്രഹാം പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ഈ എളിയവൻ അനേക വേദികളിൽ പറഞ്ഞിട്ടുണ്ട്: എന്നെ ഒരു പാസ്റ്ററാക്കിയത് എൻ്റെ അമ്മയാണ്. അതിന് ഞങ്ങളുടെ സഭ എന്നെ കരുതുകയും പ്രൊമോട്ട് ചെയ്യുകയും പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. സഭയിലെ അക്കാലത്തെ ലീഡേഴ്സ് എന്നെ അകമഴിഞ്ഞ് സ്നേഹിക്കുകയും അളവില്ലാതെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ആത്മീയത്തിൽ ഒരു വളർച്ച കിട്ടിയത്. എന്നാൽ ഇതിൻ്റെ എല്ലാം മൂലകാരണം എൻ്റെ മാതാവിൻ്റെ സമർപ്പണവും എൻ്റെ മാതാവിൻ്റെ പ്രാർത്ഥനയുമാണ്. എൻ്റെ മാതാവ് ഞാൻ ഗർഭത്തിലായിരിക്കുമ്പോൾ എന്നെ ദൈവവേലയ്ക്ക് സമർപ്പിച്ചു. അന്നത്തെ അറിയാവുന്ന ഭാഷയിൽ അറിയാവുന്ന സ്ഥലത്ത് സമർപ്പിച്ചു. പിന്നത്തേതിൽ അമ്മയ്ക്ക് ദൈവവചനത്തിൻ്റെ സത്യങ്ങൾ ബോധ്യപ്പെട്ടപ്പോൾ ദൈവദാസന്മാരുടെ അടുക്കൽ എന്നെ കൊണ്ടുപോവുകയും പ്രാർത്ഥിപ്പിക്കുകയും ചെയ്തു. എനിക്ക് തോന്നുന്നു മണർകാട്ട് പള്ളിക്ക് അടിമ വെച്ച് തന്നെ ദൈവദാസന്മാരുടെ മുമ്പിൽ പലപ്പോഴും കൊണ്ടുപോയി പ്രാർത്ഥിപ്പിച്ചത് നേരായ വഴിക്ക്, സത്യത്തിൻ്റെ പാതയിൽ, സുവിശേഷത്തിൻ്റെ പാതയിൽ, യേശുവിൻ്റെ പാതയിൽ, സ്നേഹത്തിൻ്റെ പാതയിൽ ഞാൻ നടക്കേണ്ടതിന് ആയിരിക്കും.
അപ്പോൾ നിശ്ചയമായിട്ടും എനിക്ക് എൻ്റെ അമ്മയെ പ്രശംസിക്കാനുണ്ട്. വലിയ വേദികളിലും ചെറിയ വേദികളിലും ഞാനത് ചെയ്തിട്ടുണ്ട്. അമ്മമാരെ, നിങ്ങൾക്ക് കിട്ടുന്ന മെഡൽ, താമ്രപത്രം, പ്രശംസാപത്രം നിങ്ങളുടെ മക്കൾ തരുന്നതാണ്. ദൈവം അനുവദിച്ചാൽ വീണ്ടും ചിന്തിക്കാം. അതുകൊണ്ട് മക്കൾക്ക് മാക്സിമം സ്നേഹം കൊടുത്ത്, മാക്സിമം അച്ചടക്കം കൊടുത്ത്, മാതൃകയുടെ മക്കളുടെ മുമ്പിൽ ജീവിച്ച്, വലിയൊരു ഉത്തരവാദിത്വമാണ് മക്കളെ വളർത്തുക എന്ന് തിരിച്ചറിഞ്ഞ് അത് ചെയ്താൽ നിങ്ങൾ ഭാരതത്തിന് വേണ്ടി വലിയ നന്മ ചെയ്യുന്നു, ലോകത്തിന് വേണ്ടിയും ദൈവ രാജ്യത്തിന് വേണ്ടിയും. ഗാഡ് ബ്ലെസ് യു. ഈ സന്ദേശങ്ങൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങളുടെ വാട്സപ്പും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക.